ഓരോന്നിനുമൊക്കെ അടിമയായി മനുഷ്യൻ മാറുന്നത്. ഇത്രമാത്രം പാടവമുള്ള മനുഷ്യന് എന്തുകൊണ്ടിങ്ങനെ അധപ്പതനം സംഭവിക്കുന്നു? ഇതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഒരല്പസമയത്തെ ശ്രദ്ധ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ദൈവം മാനവജാതിക്കൊരുക്കിയ സമ്പൂർണ്ണ രക്ഷ, സമാധാനം ഇതെങ്ങനെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും? ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതിനു മുമ്പായി ഇത്രയും കാര്യങ്ങൾ സുവിശേഷമല്ല. മറ്റൊന്നുകൂടെ, സുവിശേഷം ഏതെങ്കിലും നിലയിൽ മനുഷ്യരെ തോൽപ്പിക്കുന്നതോ പരാജയപ്പെടുത്തുന്നതോ അല്ല. പിന്നെ എന്താണ് സുവിശേഷം? അത് ഞാനും നിങ്ങളും ഒക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായി ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്ന വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ, സത്യവേദ പുസ്തകം, അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അത് ഞങ്ങളുടെ വാക്കുകളല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളല്ല. ദൈവം തമ്പുരാൻ നേരിട്ട് മാനവജാതിക്ക് നൽകിയിരിക്കുന്ന സംഭാവനയായിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം. എന്താണ് സുവിശേഷം? അതിനൊരു വ്യക്തമായ നിർവചനം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് എന്താണ് സുവിശേഷം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: സുവിശേഷം സമം യേശു ക്രിസ്തു. അതൊന്നുകൂടി വിശദീകരിച്ചാൽ നമുക്കിങ്ങനെ പറയാം: യേശു ക്രിസ്തുവിന്റെ ജനനം അത് സുവിശേഷമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം അത് സുവിശേഷമാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് അത് സുവിശേഷമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുത്ഥാനം ഇത് വിശദീകരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനം സുവിശേഷമായിട്ടിരിക്കുന്നത്? ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജനിച്ചവരാണ്. അതിലുപരിയായി അനേക നേതാക്കന്മാർ, അനവധി മതഗുരുക്കന്മാർ, അനവധി പുണ്യവരേണ്യർ എന്ന് പറയുന്ന ആൾക്കാർ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ജനനം ഇന്ന് വരെ സുവിശേഷമായിട്ടില്ല. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രം സുവിശേഷമായിരിക്കുന്നത് എന്തുകൊണ്ട്? നാം എല്ലാം ജനിച്ചത് പാപത്തിലാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം അപ്രകാരമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജനനം പാപത്തിൽ നിന്ന് വിടുവിച്ച് നമുക്ക് രക്ഷ തരുന്നതായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നമുക്ക് നിത്യമായ സന്തോഷവും സമാധാനവും രക്ഷയും നൽകുന്ന ഒന്നായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനം സുവിശേഷമായിട്ടിരിക്കുന്നത്.
തരുന്നത് പോലെയുള്ളതായിരിക്കും സമാധാനമല്ല. ഈ സമാധാനം തരുന്നതായിരിക്കുന്ന വ്യക്തിക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ വാക്ക് മാറാത്തവനാണ്. എന്ന ലോകത്തിൽ അനേക സ്നേഹിതന്മാരുണ്ട്. എന്നാൽ ആ സ്നേഹിതന്മാരൊക്കെയും നമ്മെ വിട്ട് കടന്നു പോകും. അനേക മക്കൾ നമുക്കുണ്ട്. എന്നാൽ അവരൊക്കെയും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. കർത്താവ് പറയാണ്, അതെ, ഞാൻ നിങ്ങളോട് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ശാന്തമായി ഈ തുള്ളിത്തോട് കവലയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഇത് ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രസ്താവിച്ച സുവിശേഷത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിപ്പാൻ ഭവനങ്ങളിലായി, കൃഷിയിടങ്ങളിലായി, മറ്റിതര ജോലി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്കളൊരു പാപിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കിയതുപോലെ പാപത്തിന് ഒരു ശമ്പളമുണ്ട്. അനേക ആയിരം പാട്ടുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതായ പുസ്തകങ്ങളും അനേകമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം അത് എന്താണ് എന്ന് നാം അറിയണം. തുടർന്നുള്ളതായ ചില നിമിഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് വലിയ രൂപാന്തരം വരുത്തിയതായ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ കൂടെ ഉള്ളതായ ലാൽ തോമസ് ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കും. ദയവായിട്ട് ആ സന്ദേശം ശ്രദ്ധിക്കണം. മുനിയറ ദേശ നിവാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതായ സ്നേഹ അഭിവാദനങ്ങൾ പ്രാരംഭമായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച് ഈ മുനിയറ ഭാഗങ്ങളിൽ, അതുപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമ വീതികളിൽ, അതുപോലെ ചെറിയ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ആരംഭിച്ച വാഹന ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പറയുന്ന സന്ദേശം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം വരുത്തുവാനായിട്ട് ഉതകുന്നതാണ്. നമ്മുടെ കേരളക്കര ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത് രാസലഹരികൾക്ക് അടിമകളായി കൊണ്ടിരിക്കുന്ന ഒരു യുവ തലമുറ എന്നുള്ളതാണ്. അതിനെതിരെ നമ്മുടെ കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് എതിരെ ബോധവൽക്കരണമായി മനുഷ്യ ചങ്ങലകൾ തീർത്തുകൊണ്ട് കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും അതിന് എതിരെ ബോധവൽക്കരണം നടത്തുന്ന തെരുവ് നാടകങ്ങൾ ഒക്കെ അവതരിപ്പിച്ചുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകും. എന്നാൽ അതുകൊണ്ടൊന്നും ഈ തിന്മകൾ അവസാനിക്കുന്നില്ല, അത് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ കേരള ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായ ആ വലിയ യജ്ഞത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഈ തിന്മകൾ മനുഷ്യ ജീവിതങ്ങളിൽ നിന്ന് എങ്ങനെ തുടച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് വിവരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഈ മുനിയറ എന്നുള്ളത് ഇടുക്കി ജില്ല ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഇടുക്കി ജില്ല എന്നുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ജില്ലയാണ്. കേരളത്തിന്റെ കാർഷിക വിഭവങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഇടുക്കിയെ വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, ഒരുപാട് പ്രബുദ്ധരായ കൊലപാതകങ്ങൾ അരങ്ങേറുകയാണ്. മറുഭാഗത്ത് മദ്യവും മയക്കുമരുന്നും മൂലം മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കലാലയങ്ങൾ നാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാം വളരെ പ്രതീക്ഷയോടുകൂടെ കലാലയങ്ങളിലേക്ക് വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ
അവർ ചെയ്യുന്നതായ വലിയ പ്രവൃത്തികൾ, ദുർമാർഗ പ്രവൃത്തികൾ കണ്ടും കേട്ടും മാതാപിതാക്കളുടെ മനസ്സ് അലിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമാധാനവും മനുഷ്യനില്ല. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഭവനങ്ങളിൽ ബൈബിൾ ധാരാളം വായിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭം, ദൈവത്തോട് മനുഷ്യൻ ഏറ്റവും അടുക്കുന്നതായ കാലഘട്ടം, ഭരണതലത്തിൽ ഭരണം നന്നായിട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ചുറ്റും ശരിയാണെങ്കിലും വാസ്തവത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ഉൾപ്പെട്ടിരിക്കുന്ന മതങ്ങളിൽ തന്നെ ഈ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇന്ന് ചിന്തിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയ സ്നേഹിതരെ, എന്തുകൊണ്ടാണ് ലോകം ഇങ്ങനെയായി പോയത്? അതിന് ദൈവവചനം നൽകുന്നതായ ഉത്തരമെന്നുള്ളത് മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയാണ്. ഇവിടെ ധാരാളം കടകൾ ഞാൻ കാണുന്നുണ്ട്. ഞാനും ഒരു വ്യാപാരിയായിരുന്നു. ഇവിടെ വൈകിട്ട് 7 മണിക്കോ 8 മണിക്കോ ഈ കട അടച്ച് അതിന്റെ താഴെ ഒന്നുകൂടി വലിച്ചു നോക്കി നാം പോകുന്നവരല്ലേ? എന്താണ് ഇതിന്റെ കാരണം? നമുക്ക് മനുഷ്യന് വിശ്വാസമില്ല. കാരണം കളവ് അത് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അമർച്ച ചെയ്യുവാൻ നമുക്ക് മുട്ടിന് പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ ചില ശിക്ഷണ നടപടികളുണ്ട്, ശിക്ഷിച്ച ജയിലുകളുണ്ട്, അനേകം ജയിലുകളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന് നന്നാകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? മതം കൊണ്ടും മറ്റുള്ള കാര്യാദികൾ കൊണ്ടും കണ്ടുകാഴ്ചകൾ കൊണ്ടും മേശകാഴ്ചകൾ കൊണ്ടും മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന് മാനസാന്തരം വരുത്തുവാൻ, മനുഷ്യന് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.